വാഴ്ത്തപ്പെടട്ടെ. ദൈവം നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പ് അവനായി തിരഞ്ഞെടുത്തു. നമ്മളെ സുവിശേഷത്തോടുള്ള പ്രതികരണത്തെ അവൻ മുന്നറിഞ്ഞു, മുൻകണ്ടു. ആ അറിവിൽ അവൻ നമ്മളെ മുൻനിർണയിച്ചു എന്നതാണ് തിരുവചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രണ്ട് നിലയിൽ പ്രീഡെസ്റ്റിനേഷനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, കുറേ പേരെ സ്വർഗത്തിനേക്കും കുറേ പേരെ നരകത്തിനും ദൈവം തൻ്റെ ഇഷ്ടത്തിൽ ഓൾറെഡി തിരഞ്ഞെടുത്തു. എന്നാൽ നാം വിശ്വസിക്കുന്നത് ദൈവം തൻ്റെ ഇഷ്ടത്തിൽ തിരഞ്ഞെടുത്തില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെയും വചനത്തെയും കൃപയെയും നൽകി രക്ഷാപദ്ധതി നമ്മളിൽ ഒരുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന, അതിന് ഈൽഡ് ചെയ്യുന്നവർക്ക് ദൈവം ഒരു മുൻനിർണയം നൽകിയിട്ടുണ്ട്. എന്നാൽ നരകത്തിലേക്ക് ആരെങ്കിലും പോകുന്നെങ്കിൽ ദൈവം അവരെ തള്ളിക്കളഞ്ഞതല്ല, അവർ ദൈവത്തിൻ്റെ പുത്രനെ, സുവിശേഷത്തെ തള്ളിക്കളഞ്ഞതാണ്. ദൈവം ചിലരെ തൻ്റെ പദ്ധതി നിവർത്തിക്കാൻ വേണ്ടി അവരുടെ ഹൃദയത്തെ കാഠിന്യപ്പെടുത്തി എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ ചിലയിടത്ത് വായിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് വായിക്കുമ്പോൾ തോന്നും തൻ്റെ ഉദ്ദേശം നിറവേറാൻ വേണ്ടി ദൈവം ചിലരുടെ ഹൃദയത്തെ ഹാർഡൻ ചെയ്യുന്നു. അപ്പോൾ ദൈവം അങ്ങനെ മനഃപൂർവ്വമായി ആരുടെയെങ്കിലും ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ ക്ലാസ് അതാണ്. ഒരാൾ നരകത്തിലേക്ക് പോകത്തക്കവണ്ണം ദൈവം ഒരാളെ ഉപേക്ഷിക്കുമോ മനഃപൂർവ്വമായി? നമുക്ക് ഈ റോമാലേഖനം 9-ാം അധ്യായത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള വചനമുണ്ട്. അതിൻ്റെ 17-ാമത്തെ വാക്യം, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളിച്ചെയ്യും. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുകയും തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനമാക്കുകയും ചെയ്യുന്നു. റോമർ 9:17-18 തൻ്റെ ശക്തി കാണിക്കേണ്ടതിന് ഞാൻ ഫറവോനെ കഠിനപ്പെടുത്തി. അപ്പം എനിക്ക് ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിൽ ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നുവെങ്കിൽ ഗോഡ് ഈസ് നോട്ട് റൈച്ചസ്. ദൈവം നീതിമാനായ ദൈവമല്ല. കാരണം അവന് മുഖപക്ഷമില്ല എന്ന് വേദോസ്തവത്തിൽ വളരെ വ്യക്തമായി പല വാക്യങ്ങളിൽ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിനും സർവ്വഭൂമിയിലും തൻ്റെ നാമം മഹിമപ്പെടേണ്ടതിനും ഫറവോനെ കഠിനപ്പെടുത്തിയത്? ശരിക്കും ഫറവോനെ കഠിനപ്പെടുത്തിയിട്ടില്ല ദൈവം. നമുക്ക് ഇതൊക്കെ ഓൾറെഡി പ്രസംഗിച്ചിട്ടുള്ള അറിയാവുന്ന തിരുവചനങ്ങളാണ്. പുതുതായിട്ട് എന്തെങ്കിലുമല്ല ഞാൻ പറയുന്നത്. എങ്കിലും ക്ലാസ്സിൻ്റെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഒഴുക്കിന് വേണ്ടി ഇത് ഞാൻ എടുത്തു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത്. നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ ആ കാര്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയെ ഫറവോന്റെ മുമ്പിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അപ്പോൾ ദൈവം ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം അറിഞ്ഞ് മനഃപൂർവ്വം കഠിനപ്പെടുത്തിയിട്ടുള്ളതല്ലേ എന്ന ഒരു ചിന്ത നമുക്ക് വരും. ഈ പുറപ്പാട് പുസ്തകം 7-ന്റെ 3-ാമത്തെ വാക്യമാണ്. അവിടെ ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കും എന്ന് ദൈവം തന്നെ പറയുക. 7:3 എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും, മിസ്രയീം ദേശത്ത് എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. 3 പ്രാവശ്യം ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കും. 4:21 ദൈവം അരുളി ചെയ്യുന്നുണ്ട്, യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ മിസ്രയീമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുള്ളൂ. എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കും. ദൈവം കഠിനമാക്കുമെന്നാണ് പറഞ്ഞത്. 14:4 നമുക്ക് ഇതേ കാര്യം കാണാം. 14:4 ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം
ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. അപ്പോൾ റോമാലേഖനം നാം വായിച്ചെടുത്തും പുറപ്പാട് പുസ്തകത്തിലെ ഈ 3 വാക്യങ്ങളിലും ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുന്നു. അപ്പം തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അവൻ ചിലരെ തൻ്റെ ഇഷ്ടത്തിൽ സ്വർഗത്തിലേക്കും ചിലരെ തൻ്റെ ഇഷ്ടത്തിൽ നരകത്തിലേക്കും, ചിലരുടെ ഹൃദയത്തെ തുറക്കുന്നു, ചിലരുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി എന്നത് ഏത് അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്? ഫറവോൻ സ്വയം ദൈവത്തിൻ്റെ അരുളപ്പാടും ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ അത്ഭുതവും കണ്ടിട്ടും മാനസാന്തരപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ പെരുമാറിയിട്ട് വീണ്ടും താൻ സ്വയം കഠിനപ്പെടുകയും ദൈവത്തോട് മറുതലിക്കുകയും ദൈവത്തോട് എതിർത്ത് നിൽക്കുകയും അങ്ങനെ തന്നെ അവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയപ്പോൾ ദൈവം അവനെ ആ ഹൃദയകാഠിന്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അതായത് ഒരാള് ദൈവത്തോട് റെബലിയനാകുകയാണെങ്കിൽ, ഒരാള് കഠിനപ്പെടുകയാണെങ്കിൽ അയാളെ കഠിനഹൃദയനാക്കാൻ ദൈവത്തിന് അവകാശമുണ്ട്. ദൈവം വെറുതെ ഒരാളെ പിടിച്ച് കഠിനപ്പെടുത്തത്തില്ല. ഒരാൾ ദൈവവചനം കേട്ട് പല ആവർത്തി ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടിട്ടും മാനസാന്തരപ്പെടാതെ റെബലിയനാകുകയാണെങ്കിൽ അവന് റെബലിയന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാനുള്ള അവകാശം ദൈവത്തിനുണ്ട്. ഇനി അടുത്തത്, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു എന്ന് വായിക്കുന്ന കുറച്ച് വചനങ്ങളുണ്ട്. ഈ വാക്യങ്ങൾ വായിക്കുന്നത് പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്യുക. 7:13 ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്ത പോലെ കഠിനപ്പെട്ടു. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അതിന്റെ 14 അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത് ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു എന്നാണ് പറയുന്നത്. 22 വാക്യത്തിൽ മിസ്രൈമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്തിൽ അതുപോലെ ചെയ്തു, എന്നാൽ യഹോവ അരുളി ചെയ്തതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. 8:19 ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു, എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചില്ല. 9:7 ഫറവോൻ ആളെ വെച്ച് ഇസ്രായേലിന്റെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടുവെങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അതിന്റെ 35 എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു, അവനും ഭൃത്യരും ഹൃദയം കഠിനമാക്കി. അവൻ പാപം ചെയ്തു പിന്നെയും. എങ്ങനെ? അവൻ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് സമർപ്പിച്ചു കൊടുക്കാതെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. അങ്ങനെ അവൻ പാപം ചെയ്തു. അതിന്റെ 34 നമ്മളിപ്പോൾ വായിച്ചത്. 9:7 കഴിഞ്ഞ് 9:35 യഹോവ മോശ മുഖാന്തരം അരുളി ചെയ്തിരുന്ന പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അപ്പോൾ ആദ്യം ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. പിന്നീടുള്ള വാക്യങ്ങൾ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഇനി മൂന്നാമത് ഇതേ കാര്യം തന്നെ പറയുന്ന മറ്റു ചില വാക്യങ്ങളുണ്ട്. 8:15 അവിടെ വളരെ സുവ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ സംഭവിച്ചത്. എന്നാൽ സ്വൈര്യം വന്നു എന്ന് ഫറവോൻ കണ്ടാറെ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി. ആരാണ് കഠിനമാക്കിയത്? ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി. 8:32 എന്നാൽ ഫറവോൻ ഇപ്രാവശ്യവും തന്റെ ഹൃദയം കഠിനമാക്കി. 9:34 അതെനിക്ക് വന്ന് നമ്മൾ മുമ്പ് വായിച്ചെന്ന് തോന്നുന്നു. 9:34 എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു, അവനും ഭൃത്യന്മാരും ഹൃദയ കഠിനമാക്കി. അപ്പം ഈ വായിച്ച വാക്യത്തിൽ 3 ടൈപ്പ് വാക്യങ്ങളാണ്. ഒന്ന്, ഫറവോന്റെ അടുക്കൽ അയക്കുന്നതിന് മുമ്പ് തന്നെ 4-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്, ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും. ദൈവം കഠിനപ്പെടുത്തി. പിന്നീട് നമ്മൾ വായിച്ച 6-7 വാക്യങ്ങൾ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവസാനം വായിച്ച 3 വാക്യങ്ങളിൽ ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഫറവോൻ ദൈവപ്രവൃത്തി കണ്ടിട്ടും പാപം ചെയ്ത് ഹൃദയം കഠിനപ്പെടുത്തിയപ്പോൾ ദൈവം അവനെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അല്ലാതെ ദൈവം ഞാൻ എന്നാൽ ഫറവോനെ
അവൻ്റെ ഹൃദയം അങ്ങ് എടുക്കുക, എനിക്ക് ചില കാര്യങ്ങൾ നിവർത്തിക്കാൻ അവനെ അങ്ങ് ഹാർഡൻ ചെയ്യുക. അല്ല, ദൈവാരുടെയും ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നില്ല. അവൻ നീതിയുള്ള ദൈവം, അവന് മുഖപക്ഷം ഒട്ടുമില്ല. എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും മനുഷ്യനോട് വാദിക്കുന്നില്ല. നിന്റെ തന്നെ ആ വഴികളിലേക്ക് ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന്, അതാണല്ലോ റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും സർവ്വഭൂമിയിൽ എൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനും ഞാൻ അവനെ കഠിനപ്പെടുത്തി. എനിക്ക് കരുണ തോന്നേണ്ടതിനോട് കരുണ തോന്നും, കാഠിന്യപ്പെടുത്തുന്നതിനെ ഞാൻ കാഠിന്യപ്പെടുത്തും. അപ്പോൾ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുമ്പോഴാണ് ദൈവ അത്ഭുതങ്ങളിലൂടെ, ദൈവത്തിൻ്റെ ആ പെസഹായിലൂടെ ദൈവം അവരെ പുറത്തു കൊണ്ടിരുന്നത്. അങ്ങനെ ലോകം അറിയണം ദൈവത്തിൻ്റെ മഹത്വം, ശക്തി. ചെങ്കടലിലൂടെ അവരെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ ആ ജാതികളെല്ലാം ആ ഇസ്രായേലിന്റെ ദൈവം ആ ഫറവോന്റെ രാജ്യത്ത് ചെയ്ത പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് ദൈവം മനഃപൂർവ്വം കണക്കുകൂട്ടി ചെയ്തതല്ല. ദൈവത്തിന് ഓൾറെഡി അറിയാം ഫറവോൻ ഹൃദയം കഠിനപ്പെടുത്തുമെന്ന്. അതാ മോശയോട് ആദ്യമേ പറഞ്ഞേ. അതാണ് അവന്റെ മുന്നറിവ്. ആ കഠിനപ്പെടുത്തുമെന്നുള്ള തൻ്റെ മുന്നറിവിൽ ദൈവം അവന്റെ ഹൃദയകാഠിന്യത്തെ തൻ്റെ ഉദ്ദേശത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്, മനുഷ്യന്റെ ക്യാരക്ടർ, മനുഷ്യന്റെ റിബല്യൻ, മനുഷ്യന്റെ പാപം, മനുഷ്യന്റെ ഈവിൾ, മനുഷ്യന്റെ ഡിസൊബീഡിയൻസ്, ഇവയൊക്കെ ദൈവം തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് അവരുടെ ഇച്ഛയെ താൻ കീഴ്പ്പെടുത്തിക്കൊണ്ടല്ല, അവരുടെ തീരുമാനത്തിൽ എന്ത് ചെയ്യുമെന്ന് മുന്നറിയാവുന്ന ദൈവം ദൈവപ്രവർത്തിക്കായിട്ട് അത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫറവോൻ ഹൃദയം കഠിനപ്പെടുത്തി, ദൈവം അവനെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു. അപ്പം മുന്നറിവിൽ ദൈവം ചില കാര്യങ്ങളെ നിർണയിച്ചിട്ടുണ്ട് എന്നുള്ള, അപ്പം പോസിറ്റീവായ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ശിക്ഷയ്ക്ക് വേണ്ടിയും ഈ ഒരു കാര്യം ആപ്ലിക്കപ്പെടാം. കാരണം ആരൊക്കെയാണ് കഠിനപ്പെടുത്തുന്നുള്ളത് ദൈവത്തിന് അറിയാം. ഇനി നമുക്ക് മറ്റൊരു വേദഭാഗം, അപ്പോസ്തല പ്രവൃത്തി 28 അതിൻ്റെ 26 വാക്യം, 26-27. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനംതിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ സൗഖ്യമാക്കത്തില്ല, അത് തൻ്റെ തീരുമാനമല്ല. അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവര് തങ്ങളുടെ ഭാഗത്ത് നടത്തുന്ന ഒരു തീരുമാനത്തിന് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. ഞാൻ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് ഞാൻ അവരുടെ ഹൃദയം തടിപ്പിച്ചു എന്നല്ല, അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് അവരെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുത്ത് പോയി പറയുക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞത് ശരി തന്നെ. അപ്പോൾ അവരവരുടെ ഹൃദയം കഠിനപ്പെടുത്തി. 28 ആകയാൽ ദൈവം തന്റെ രക്ഷാജാതികളെ അയച്ചിരിക്കുന്നു, അവർ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പം നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പാനുള്ള ശേഷിയെ ദൈവം ഒട്ടും തന്നെ എന്ത് ചെയ്യുന്നില്ല, വയലേറ്റ് ചെയ്യുന്നില്ല. മുകളിൽ അവർ ഹൃദയം തടിപ്പിച്ചുകൊണ്ട് അവരെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം ജാതികളിലേക്ക് തിരിഞ്ഞു. അവർ അത് കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിന് അറിയാമെന്നുകൊണ്ട് ജാതികളിലേക്ക് തിരിഞ്ഞു. ഇപ്പൊ ഇവിടെ ജാതികളുടെ രക്ഷയും യഹൂദന്മാരുടെ ഹൃദയകാഠിന്യവും ദൈവം മനഃപൂർവ്വം ചെയ്തതല്ല, അവരവരുടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പായിരുന്നു. അതിനെ ദൈവം തന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചു. 13:46 അപ്പോസ്തല പ്രവൃത്തി 13:46. നമ്മുടെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ വാക്യം വായിച്ചിട്ടുണ്ട്. അപ്പോൾ പൗലോസും ബർണ്ണബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു. അങ്ങനെ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അപ്പോൾ നിങ്ങളെ തന്നെ അയോഗ്യരാക്കി നിത്യജീവന്, അവരുടെ ഹൃദയം കാഠിന്യ നിമിത്തം. അപ്പം ദൈവവചനത്തോട് മറുത്ത് നിൽക്കുന്ന, എതിർത്ത് നിൽക്കുന്ന, അവിശ്വസിക്കുന്ന, ദൈവപ്രവൃത്തി കണ്ടിട്ടും ബോധപൂർവം അതിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു ഹൃദയം, അങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയാവസ്ഥ എങ്കിൽ ദൈവത്തിന് നിങ്ങളെ നിങ്ങളുടെ കാഠിന്യത്തിലേക്ക് വിട്ടുകൊടുക്കാം. ഇവിടെ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ നിത്യജീവൻ അയോഗ്യരാക്കിയത്. ആരും നരകത്തിൽ പോകത്തില്ല. ദൈവത്തെ
ദൈവം ഒരു മനുഷ്യനെ മനഃപൂർവ്വമായി കാഠിന്യപ്പെടുത്തി ആരും നരകത്തിലേക്ക് പോകത്തില്ല. അവിടെ നരകത്തിൽ അവിടെ ചെല്ലാൻ യോഗ്യതയില്ലാത്ത ഒരാൾ പോലും നരകത്തിൽ ഉണ്ടായിരിക്കത്തില്ല. നരകത്തിൽ ചെന്നിരിപ്പാൻ യോഗ്യതയില്ലാത്ത ഒരാളും അവിടെ എത്തിച്ചേരത്തില്ല. അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കാരണം ദൈവം എല്ലാവരും രക്ഷപ്പെടണം. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമല്ലെന്നാണ് പറയുന്നത്. അവൻ മാനസാന്തരപ്പെടുന്നത് അത്രേ എൻ്റെ ആഗ്രഹം. ആ ദൈവം പിന്നെ എങ്ങനെയാണ് ഒരാളെ കഠിനപ്പെടുത്തുന്നത്? ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം കുറെ പേരെ കഠിനപ്പെടുത്തി വെച്ചിട്ടില്ല. ഓക്കെ, റോമാലേഖനം 2:4-5 നമ്മൾ വായിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ ഈ അവസരത്തിൽ ഒന്നുകൂടെ ചിന്തിക്കാം. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പം മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അതിനെ നീ നിരസിക്കുന്നെങ്കിൽ 5, നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതി വെച്ചു. നിന്റെ കാഠിന്യത്താൽ നീ സ്വയം കാഠിന്യപ്പെടുത്തിയുണ്ട്. ദൈവത്തിൽ കാഠിന്യപ്പെടുത്തിയെന്നല്ല, നിന്റെ കാഠിന്യം കൊണ്ട്, നിന്റെ അനുതാപമില്ലാത്ത ഹൃദയം കൊണ്ട് നീ കോപം ചരതിച്ചു വെക്കുന്നു. അപ്പൊ നരകത്തിലേക്കുള്ള പാത അവൻ തന്നെ ഒരുക്കുന്നു. ദൈവത്തിന്റെ പാത എന്താണെന്നറിയോ? മാനസാന്തരത്തിലേക്ക് ദയ നയിക്കുന്നു. കണ്ടോ, ദൈവം മാനസാന്തരത്തിലേക്ക് നയിക്കുമ്പോൾ അവൻ തന്നെ നരകത്തിലേക്കുള്ള പാത തന്റെ ഹൃദയകാഠിന്യം കൊണ്ട് ഒരുക്കുകയാണ്. അപ്പൊ എൻ്റർലി ഡിഫറൻ്റ് ആണ് ഈ ചിന്ത. ദൈവം മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ തന്റെ ദയ കൊണ്ട് ഒരു പാത ഒരുക്കുമ്പോൾ അവരാ പാത വിട്ടിട്ട് തങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയിട്ട് തങ്ങൾക്ക് തന്നെ എന്താണ് ദൈവത്തിന്റെ വിധി, കോപ ദിവസത്തിലേക്ക് അവര് തന്നെ ചരതിച്ചു വെക്കുന്നു. അതിന്റെ കാരണം അവരുടെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും. എബ്രായർ ഈ നരകത്തിന് ഉത്തരവാദി ദൈവമല്ല മനുഷ്യൻ തന്നെയാണ് എന്നുള്ളതിന് ഞാൻ മറ്റൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ 8:24. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. അതായത് അവർ നശിക്കും. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ നിങ്ങളെ മരിക്കാൻ ഏൽപ്പിക്കത്തില്ല. കാരണം ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ നിന്റെ പാപത്തിൽ മരിക്കും. അത് എന്ത് കാരണത്താലാ? എന്റെ തീരുമാനം കൊണ്ടല്ല, നിങ്ങൾ വിശ്വസിക്കായാൽ. അപ്പം മനുഷ്യന്റെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകത്തുള്ളൂ. എബ്രായർ 4:2. നിങ്ങൾക്ക് എല്ലാ നിലയിലും കാര്യങ്ങൾ എല്ലാ വശത്തും മനസ്സിലാക്കാനാണ് ഇത്തരം വാക്യം വായിക്കുന്നത്. 4:2 എബ്രായർ. അവരെ പോലെ നാം ഒരു വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണാമിക്കായികൊണ്ട് വചനമാർക്ക് ഉപകാരമായി വന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഒരാൾ നരകത്തിലേക്ക് പോകുന്നത്? കേട്ട വചനം ഉപകാരമായി വന്നില്ല. കാരണം എന്താ? വിശ്വാസമായി പരിണമിച്ചില്ല. എന്തുകൊണ്ട് വിശ്വാസമായി പരിണമിച്ചില്ല? അവരുടെ റെബലിയൻ, അവരുടെ ഹൃദയകാഠിന്യം, അവരുടെ സ്വാർത്ഥത, അവരുടെ പരമാർത്ഥതയില്ലായ്മയുണ്ട്. ആ വചനം, അവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന വചനത്തെ അവർ തള്ളിക്കളഞ്ഞു. അങ്ങനെ ആ വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഫറവോന് എത്രയോ അത്ഭുതം കണ്ടു, ഇത്രയും കണ്ടിട്ടും അത് അവന് ഉപകാരമായി വരാഞ്ഞത് അവന്റെ ഹൃദയകാഠിന്യം. ഓക്കെ, വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വേദഭാഗം ഇതിങ്ങനെ പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയാണ്. ഈ 10 രാജാക്കന്മാരെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 17:12. നമുക്കത് കൂടുതൽ വ്യാഖ്യാനിക്കണ്ട, കാരണം അത് മുഴുവൻ വ്യാഖ്യാനിക്കാൻ സമയമില്ല. 17:12. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. അപ്പം അവിടെ പറയുന്ന 10 കൊമ്പ് 10 രാജാക്കന്മാർ, അല്ലെങ്കിൽ 10 രാജ്യവും അതിൻ്റെ രാജാക്കന്മാർ. മൃഗത്തോട് ഒന്നിച്ച് 1 നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. മൃഗം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിനോട് ചേർന്ന് അവര് അധികാരം പ്രാപിക്കും, ഈ 10 രാജാക്കന്മാർ. ഇനി അതിന്റെ 13. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ,
തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരേ അഭിപ്രായക്കാരാ, ഒരേ മനോഭാവക്കാരാ ഈ 10 രാജാക്കന്മാരും. ആ 10 രാജാക്കന്മാർ അവരുടെ ഹൃദയത്തിന്റെ സ്വന്തമായ ഇഷ്ടത്താൽ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ 10 രാജാക്കന്മാർക്ക് മൃഗത്തിന്റെ സ്വഭാവത്തോട് ചേർന്ന് പോകുന്ന ഒരു സ്വഭാവം ഹൃദയത്തിലുള്ളതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിൽ അവർ മൃഗത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കണം. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളോ തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്തെ മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. അപ്പൊ ദൈവമല്ല തോന്നിപ്പിച്ചേ? അല്ല, അവർ ഓൾറെഡി തങ്ങളുടെ ഹൃദയത്തിൽ ഈ ആഗ്രഹം കരുതിയിരുന്നത് കൊണ്ട് അവരുടെ ആഗ്രഹത്തിന് ദൈവം അവരെ കൈവിട്ടു. നമ്മൾ ഈ 17-ാമത്തെ വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ ദൈവം ഹൃദയത്തെ തോന്നിച്ചു. എന്ത്? തന്റെ ഹിതം ചെയ്യുവാൻ ഒരേ അഭിപ്രായം നടത്തുവാനും രാജ്യത്തെ മൃഗത്തിന് കൊടുപ്പാൻ ദൈവം തോന്നിപ്പിച്ചു. ദൈവം അങ്ങനെ ഹൃദയത്തിൽ ആരുടെ ഹൃദയത്തിൽ തന്റെ ഇഷ്ടത്തിൽ തോന്നിപ്പിക്കത്തില്ല. മറിച്ച് അവർ ഓൾറെഡി ആ ആഗ്രഹം ഹൃദയത്തിൽ വെച്ചതുകൊണ്ട് അവർ മാറത്തില്ല എന്നറിയാവുന്ന ദൈവം അവരുടെ ഹൃദയത്തിലെ ആ തോന്നലിന് അവരെ ഗിവപ്പ് ചെയ്തു, കൈവിട്ടു. സോ ഇനി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നിങ്ങൾ ഹൃദയത്തിൽ എന്താണ് കരുതുന്നത്, സൂക്ഷിക്കുന്നത്, അറിയുന്നത്, നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നത് എന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ അതിൽ നിന്ന് മാനസാന്തരപ്പെടാനുള്ള ഒരു താല്പര്യം നാം ഹൃദയം കൊണ്ട് വെക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് തോന്നിപ്പിക്കത്തക്കവണ്ണം ആ ഒരു മായയിലേക്ക് ദൈവം നമ്മളെ തള്ളിവിടും. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്കൊരുപോലെ ഉദാഹരണമായിട്ട് കാണാം. അടുത്തത് നമുക്ക് അശൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം തൻ്റെ പ്രവൃത്തിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. അശൂർ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ ഈ ദൈവം ഹൃദയത്തെ കഠിനപ്പെടുത്തി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് അശൂർ എന്ന് പറയുന്ന ഒരു രാജ്യം. അവരെ ദൈവം കഠിനപ്പെടുത്തുന്നതായിട്ടോ തൻ്റെ കയ്യിൽ തൻ്റെ ഉദ്ദേശം നിവർത്തിപ്പാൻ ഉപയോഗിക്കുന്നതായിട്ടോ തോന്നുന്ന നിലയിലുള്ളൊരു വചനം യെശയ്യാവ് 10:5 എൻ്റെ കോപത്തിൻ്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം, അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധമാകും. അശൂര് എൻ്റെ കോപത്തിൻ്റെ കോൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കോപം കാണിക്കാനായിട്ട് ഞാൻ കയ്യിലെടുക്കുന്ന വടിയാണ്, മറ്റു ചിലരെ അടിക്കാൻ വേണ്ടി. അപ്പം ഇസ്രായേല് ദൈവത്തിൽ നിന്നും അകന്ന് ദൈവിക വഴിയിൽ നിന്നും മാറി നടന്നപ്പോൾ ഇസ്രായേലിനെയും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളെയും ശിക്ഷിക്കാൻ ദൈവം ഒരു വടിയായി പലപ്പോഴും അശൂരനെ ഉപയോഗിച്ചതായിട്ട് നമ്മൾ വേദോസ്തത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ജനത്തിന് എതിരെ ദൈവത്തിന്റെ ആ ന്യായവിധി നടത്തേണ്ടതിന് ആ കോപത്തിന്റെ വടിയായി ദൈവം അശൂരനെ അങ്ങ് തെരഞ്ഞെടുത്തു. അപ്പോൾ നമുക്ക് ഞാൻ അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ അയക്കും, എൻ്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും, അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടിക്കളയാനല്ല, ഞാൻ അവനെ അയക്കും, ഞാൻ അവന് കൽപ്പന കൊടുക്കും എൻ്റെ ജനത്തിന് വിരോധമായി. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ദൈവം തന്റെ മനഃപൂർവ്വം ഒരു ജാതിയെ വിളിച്ചു, അവരെ തന്റെ കോലാക്കി, അവർക്ക് കൽപ്പന കൊടുത്തു, എന്നിട്ട് ചവിട്ടിക്കളയാനും കൊള്ളയിടാനും അവർക്ക് ദൈവം അധികാരം കൊടുത്തു. ദൈവം മനഃപൂർവ്വമായിട്ട് അവരുടെ സ്വന്തമായ ബുദ്ധിയെയും തീരുമാനത്തെയും ഒക്കെ ദൈവം അങ്ങ് അവഗണിച്ച് അവരെ കർത്താവ് ഒരു യന്ത്രം പോലെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അല്ല, എങ്ങനെയാണ് അശൂര് ദൈവത്തിന്റെ കയ്യിൽ കോപമാകുന്നത്? ദൈവം അശൂരിനെ നശിപ്പിക്കാൻ കൂടെയുള്ള പദ്ധതിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് അശൂരിന്റെ ഹൃദയത്തിൽ ഓൾറെഡി മറ്റുള്ളവരുടെ മുകളിൽ അവരുടെ തലയിൽ കയറണം എന്നുള്ള ആഗ്രഹം അവൻ ഓൾറെഡി ഉണ്ട്. എപ്പോഴും അശൂരിന്റെ ഹൃദയത്തിൽ ഒരു സാഹസമുണ്ട്, മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന അവരുടെ സാഹസം. ആ സാഹസവും വഞ്ചനയും മുൻകൂട്ടി കണ്ട ദൈവം അവരുടെ പാപം മുഴുകാൻ വേണ്ടി, പൂർണ്ണമാകാൻ വേണ്ടി അവർ മാനസാന്തരപ്പെടത്തില്ല എന്നറിയാം, അവർ കൂടുതൽ സാഹസമുള്ളവരായി മാറുന്നു എന്ന് കണ്ടപ്പോൾ ദൈവം തന്റെ ഉദ്ദേശത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുകയും അങ്ങനെ അവരുടെ പാപം പൂർണ്ണമാകുകയും അവർ ന്യായം വിധിക്കപ്പെടുകയും ചെയ്യുക. 7 അവനോ അങ്ങനെയല്ല. ആര്? അശൂർ. അവൻ അങ്ങനെയല്ല നിരൂപിക്കുന്നത്. ഞാൻ അവനെ എൻ്റെ ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ കാരണം പറയാണ്, അവന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും അനേക ജാതികളെ ഛേദിച്ചു കളയാനും അത്ര അവന്റെ താല്പര്യം.
ഇത് ഞാൻ എൻ്റെ താല്പര്യം കൊണ്ട് അവനെ ചൂസ് ചെയ്തതല്ല. അവന് ഈ നശിപ്പിക്കാനുള്ള ആഗ്രഹം ഓൾറെഡി മനസ്സിൽ കിടപ്പുള്ളതുകൊണ്ട് അവൻ്റെ ഉള്ളില് ഈ ഒരു ചിന്ത കിടപ്പുണ്ട്, അനേക ജാതികളെ ഛേദിച്ച് കളയണം. അവൻ പറയുന്നത് എൻ്റെ പ്രഭുക്കന്മാരൊക്കെയും രാജാക്കന്മാരല്ലയോ? അവന്റെ അഹങ്കാരം. കൽനോ കർക്കെമിഷിനെ പോലെ അല്ലയോ? ഹമാത്ത് അർപ്പാദിനെ പോലെ അല്ലയോ? ശമരിയ ധർമ്മശേഖിനെ പോലെ അല്ലയോ? യെരുശലേമിലും ശമരിയയിലും ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എന്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ശമരിയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? 12 മുടിനും വായിക്കേണ്ട. അശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത പാപത്തിന്റെ മഹിമയെയും ഞാൻ സന്ദർശിക്കും. എന്റെ കൈയുടെ ശക്തി കൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ട് ഞാൻ ഇത് ചെയ്തു. ഞാൻ ബുദ്ധിമാൻ. ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെ പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. ഇതെല്ലാം അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്ന അഹങ്കാര വാക്കുകളാണ്. ആര്? അശൂർ. അപ്പോൾ അശൂര് തന്റെ ഹൃദയത്തിൽ അഹങ്കാരവും ഉന്നതഭാവവും സാഹസവും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഛേദിച്ചു കളയാനുമുള്ള അവന്റെ താല്പര്യവും കണ്ടിട്ട് ദൈവം അവന്റെ താല്പര്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും അവന്റെ ആ താല്പര്യത്തെ തന്റെ ഒരു ഉദ്ദേശത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തതാണ്. അങ്ങനെ അശൂർ ദൈവത്തിന്റെ ന്യായവിധിയിലേക്കും വരിക. ഫറവോൻ ഹൃദയം സ്വയം കഠിനപ്പെടുത്തി അവനെ തന്റെ ആയുധമാക്കി. അങ്ങനെ ഫറവോനും ന്യായവിധിക്കപ്പെട്ടു. അശൂർ തങ്ങളുടെ ഹൃദയത്തിൽ താല്പര്യപ്പെട്ടു. ആ താല്പര്യം തന്റെ ആയുധമാക്കി. അതിനോടുള്ള ബന്ധത്തിൽ തന്റെ ദൈവത്തിന്റെ ഉദ്ദേശവും നിറവേറി. അശൂരൻ ന്യായം വിധിക്കപ്പെട്ടു. അപ്പോൾ വേദപുസ്തകം ബോധപൂർവം ആരുടെയും വില്ലിനെ കൺട്രോൾ ചെയ്ത് തന്റെ ഉദ്ദേശം നിവർത്തിക്കുന്നില്ല. എന്നാൽ ദൈവം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലരുടെ വില്ലിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കർത്താവിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ രക്ഷയോടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിനോടുള്ള ബന്ധത്തിൽ ആരുടെയും വില്ലിനെ മോൾഡ് ചെയ്യുകയോ ദൈവം ഫോഴ്സ്ഫുള്ളി അതിനെ തന്റെ ഉദ്ദേശത്തിനായിട്ട് വഴക്കുകയോ ചെയ്യുന്നില്ല. മറ്റു ചില സന്ദർഭങ്ങളിൽ ദൈവം അവരുടെ വില്ലിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ചില കേസുകളിൽ മനസ്സിലാക്കാം. അത് പിന്നീട് സമയം പോലെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു വ്യക്തിയാണ് യൂദ. ഈ യൂദായുടെ ആ പോസ്റ്റ്, ആ തള്ളിക്കളയുക, യേശുവിനെ ദൈവത്തെ ഒറ്റിക്കൊടുക്കുക എന്ന അത് മുൻനിർണയിച്ചതാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മുൻനിർണയിക്കപ്പെട്ടതാണ്. അപ്പോൾ സങ്കീർത്തനത്തിലും സെക്കരിയാവിലും അത് വായിക്കുന്നുണ്ട്. നമുക്ക് വേണേൽ സങ്കീർത്തനത്തിൽ 41:9 വായിക്കാം. സങ്കീർത്തനം 41:9. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നുന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അപ്പൊ ദാവീദിനോട് ചെയ്ത കാര്യം ദാവീദ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് യൂദായെയും കൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. ഈ ദാവീദിന്റെ സങ്കീർത്തനം പൂർത്തിയാണ്. അപ്പോൾ ഇറ്റ്സ് പ്രീ ഡിറ്റർമൈൻഡ്. അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കണം. ആ സംഭവം ദൈവം മുന്നമേ തൻ്റെ സോവറൻ വില്ലിൽ തീരുമാനിച്ചിരിക്കുന്ന സംഭവം. വ്യക്തിയെ തീരുമാനിച്ചിട്ടില്ല, സംഭവത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ സംഭവം നടന്നിരിക്കണം. ഇനി നമ്മൾ സെക്കരിയാവിന്റെ പുസ്തകത്തിൽ ആ വേദഭാഗം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് മറ്റൊരു പ്രവചനം പോലെ നമുക്ക് ആ ഭാഗം വായിക്കാം. സെക്കരിയാവിന്റെ പുസ്തകം അതിൻ്റെ 11-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. 12-13. ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എൻ്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നോട് അത് ഭണ്ഡാരത്തിലിടുക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ട് കളഞ്ഞു. ഇത് ശരിക്കും ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം. അപ്പം തന്നെ മുന്നിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിന്റെ പ്രവചനം കൂടിയാണ്. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ പ്രവചനത്തിന് ഒരു ഇമിനന്റ് ആയിട്ടുള്ള ഫുൾഫിൽമെന്റും ഉണ്ട്, ഒരു ഫ്യൂച്ചർ ഫുൾഫിൽമെന്റും ഉണ്ട്. അപ്പോൾ അവിടെ നടന്ന ഒരു സംഭവത്തെ പരിശുദ്ധാത്മാവ് എടുത്ത് കാണിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നടക്കാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയും കൂടെയാണ് ആ പ്രവചനവും അല്ലെങ്കിൽ ആ സംഭവം നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് യൂദായുടെ ജീവിതത്തിലേക്ക് വരാം. അപ്പോൾ ഏതായാലും ഇത് നടക്കണമല്ലോ. ഒരാള്
ഒറ്റിക്കൊടുക്കണം. ഒരാൾ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. അതിന് മാറ്റമേ ഇല്ല. അവിടേക്ക് ഒരാൾ വരണം. അപ്പം അവിടേക്ക് ഇനി ആര് വരും? അവിടേക്ക് ആര് വരും? ഏതായാലും ഒരു മനുഷ്യനത് ചെയ്തേ പറ്റും. കാരണം ഈ സംഭവം പ്രീഡിറ്റർമില്ല. യേശുക്രിസ്തുവിന്റെ രക്ഷ മുൻ പദ്ധതിയാണ്. അപ്പോൾ അവിടെ ഒരാൾ മരിച്ചേ പറ്റൂ. അതാരാ? യേശുവിനെ മുൻകണ്ടു. ലോകസ്ഥാപനം മുമ്പ് ഇറക്കപ്പെട്ട കുഞ്ഞാട് എന്നതുപോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കണം. ആ പോസ്റ്റ്, ആ സംഭവം പ്രീ പ്ലാൻഡ്. പിന്നെ അവിടേക്ക് ഒരാൾ വരണം. അവിടേക്ക് വരേണ്ടത് ആരാണ് എന്നത് യൂദ ആയിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചില്ല. യൂദ തീരുമാനിച്ചു തൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ. അതെങ്ങനെ മനസ്സിലാകും? നമുക്ക് ഇത് സംബന്ധിച്ചുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. ഈ അപ്പോസ്തല പ്രവൃത്തി 1:16 അല്ല, അതിനു മുമ്പ് നമുക്ക് യോഹന്നാൻ 13:18 വായിക്കാം. യോഹന്നാൻ 13:18. ഓക്കെ, 13:18. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതാകും. അപ്പൊ ആ തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. ആ തിരുവെഴുത്ത് നിവൃത്തിയാകും. ആരുടെ നിവൃത്തിയാകുന്നത്? യൂദായുടെ ജീവിതത്തിൽ. അപ്പം തിരുവെഴുത്ത് നിവൃത്തിയാകും. 17:12 തിരുവെഴുത്ത് നിവൃത്തിയായേ പറ്റും. അപ്പം അതിനൊരാളെ ദൈവം വാടകയ്ക്കെടുത്തു, യൂദായെ. അങ്ങനെയാണ് നാം ചിന്തിക്കുന്നത്. അവരോടുകൂടി ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചിട്ടില്ല. തിരുവെഴുത്ത് നിവൃത്തിയാകണം. ദൈവം ഒരു കാര്യം തൻ്റെ പരമാധികാരത്തിൽ തീർപ്പ് കൽപ്പിച്ചെങ്കിൽ അത് നടന്നേ പറ്റൂ. അതാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഗോഡ് എന്ന കാര്യം സബ്ജക്റ്റിൽ നമ്മളത് പറയുന്നുണ്ട്. ഞാൻ നിരൂപിക്കും, അത് സംഭവിച്ചിരിക്കും. തിരുവെഴുത്ത് നിവൃത്തിയാകണം. ഇനി അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 1:16. അപ്പോസ്തല പ്രവൃത്തി 1:16. ഹല്ലേലൂയ. സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്ത് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അപ്പോൾ തിരുവെഴുത്ത് യൂദായെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നേ പറ്റും. ആ സംഭവത്തിൽ ആരാണ് ആ റോള് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ യൂദ ജീവിച്ച് താൻ തൻ്റെ ഹൃദയത്തിൽ ദുരാഗ്രഹവും വഞ്ചനയും കള്ളത്തരവും മോഷണവും കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് യൂദായാണ് ചെയ്യാൻ പോകുന്നത്. ദൈവം യൂദായെ നേരത്തെ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ്? അല്ല. എന്നാൽ യൂദായായിരിക്കും അത് ചെയ്യുന്നത് എന്ന് ദൈവത്തിന് പൂർണ്ണമായിട്ടറിയാം. കാരണം യേശുക്രിസ്തു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അവൻ ഭൂമിയിൽ ഇരുന്നപ്പോൾ തന്നെ യൂദായാണ് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു പറഞ്ഞിട്ടില്ലേ? അത് ഇനി 1 മാസം മുമ്പാണോ 1 വർഷം മുമ്പാണോ പറഞ്ഞെങ്കിലും മുന്നമേ അറിഞ്ഞ കാര്യം. അപ്പം ഒറ്റിക്കൊടുക്കും മുമ്പ് അവൻ മുന്നമേ അറിഞ്ഞു യൂദായാണ്. ദൈവത്തിൻ്റെ മുന്നറിവിൽ ആരൊറ്റിക്കൊടുക്കും എന്ന് ദൈവത്തിന് അറിയാം. എങ്ങനെയാണ് അവൻ ഒറ്റിക്കൊടുത്തത്? തൻ്റെ ഹൃദയത്തിൽ ഓൾറെഡി ഉള്ള മോഹം, പണത്തോടുള്ള മോഹം, ആ അത്യാഗ്രഹം. അവൻ ഇടയ്ക്കിടയ്ക്ക് പണസഞ്ചിയിൽ നിന്ന് പണം മോഷ്ടിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവൻ ഓൾറെഡി പണം മോഹിച്ച് തൻ്റെ ഹൃദയത്തിൽ ട്യൂണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ അവൻ്റെ മോഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് നമ്മൾ വേദവസത്തെ വായിക്കുന്നത്. അത് ദൈവം മനഃപൂർവ്വം ചെയ്തതല്ല, അവൻ്റെ സ്വന്തം ഇച്ഛയിൽ ചെയ്ത. ഈ അപ്പോസ്തല പ്രവൃത്തി 1:24 ഈ കാര്യം പറയുന്നുണ്ട്. സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന്. അപ്പോൾ സകല ഹൃദയത്തെ അറിയുന്ന ദൈവം യൂദായുടെ ഹൃദയത്തെ നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. എന്നാൽ അവന് രൂപാന്തരപ്പെടാനും മാനസാന്തരപ്പെടാനും പല അവസരമുണ്ടായിരുന്നു. കാരണം അവൻ എപ്പോഴും യേശുവിനോടൊപ്പം നടന്നിരുന്നത്. എങ്കിലും അവൻ തൻ്റെ ആഗ്രഹത്തെ, ദുരാഗ്രഹത്തെ വിട്ടില്ല. കാരണം അവൻ അതിൽ പൂർണ്ണമായും അതിൻ്റെ അടിമയായിരുന്നു. അപ്പോൾ സകല ഹൃദയത്തെയും അറിയുന്ന ദൈവം അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയി. തൻ്റെ സ്ഥലത്തേക്ക് യൂദായെ തള്ളിവിട്ടതല്ല, അവൻ പോയതാണ് തൻ്റെ സ്ഥലത്തേക്ക്. അവൻ്റെ ഒരു ഡെസ്റ്റിനേഷനുണ്ട്, പ്രീ ഡെസ്റ്റൈൻഡ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പ്രീ ഡെസ്റ്റൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദൈവം ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, മഹത്വീകരണം
എന്നതുപോലെ ഹൃദയം കഠിനപ്പെടുത്തുന്നവർക്ക് അവർക്കൊരു സ്ഥലം ദൈവം നിയമിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് അവർ സ്വമേധയാ പോകുന്നു. അപ്പം അശൂരന്റെ ഹൃദയത്തിലെ സാഹസം കണ്ടിട്ട് ആ സാഹസത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യൂദായുടെ ഹൃദയത്തിലെ ദ്രവ്യാഗ്രഹം കണ്ടിട്ട് അവൻ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇനി ദൈവം കഠിനപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ഈ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടരുത് എന്നാണ് വേദോത്സവത്തിൽ ആവർത്തിച്ച് നാം വായിക്കുന്നത്. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ പ്രബോധനമായിട്ട് ദൈവം പറയുന്നിടത്ത് കർത്താവ് പ്രത്യേകമായിട്ട് ഈ വേദഭാഗങ്ങൾ പറയുന്നുണ്ട്. 3:8 വാക്യം ഒന്ന് നമുക്ക് നോക്കാം. 3:8 അവിടെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ അവിടെ കഠിനമാക്കരുതെന്ന് ദൈവം നമ്മളോട് പറയാം. 12 ജീവനുള്ള ദൈവത്തെ തെറ്റിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. അപ്പോൾ ഒരാൾക്കും അങ്ങനെ കഠിനമുള്ള ഹൃദയം കൊടുക്കാനല്ല ആഗ്രഹം, അവർക്കുണ്ടാകരുതെന്നുള്ള ദൈവാഗ്രഹം. 15 ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവം കഠിനമാക്കരുത് എന്നുള്ളതാ ദൈവത്തിന്റെ ആഗ്രഹം. നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്. അപ്പം നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് പറഞ്ഞിട്ട് ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നില്ല. ദൈവം കഠിനപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നു. 4:7 ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ നാം ഹൃദയം കഠിനപ്പെടുത്തരുതെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. അതൊരു പ്രബോധനമാണ്. ഇനി നമ്മൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കല്ലായ ഹൃദയം മാറ്റിയിട്ട് മാംസമായ ഒരു ഹൃദയം തരും. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഹൃദയകാഠിന്യം ഇല്ലാതാകണം എന്നുള്ളത് എല്ലാ മനുഷ്യന്റെയും. പക്ഷെ ഒരുവൻ തന്നെ കഠിനപ്പെടുത്തിയാൽ ദൈവത്തിന് അവനെ സഹായിക്കാൻ കഴിയത്തില്ല. അവസാനം നമ്മൾ 2 തെസ്സലോനിക്കർ അതിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു വചനമാണ്. 2:10 അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ അങ്ങനെ തന്നെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ബോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോൾ ബോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നത് ദൈവത്തിന്റെ തീരുമാനമല്ല, അവരുടെ തീരുമാനമാണ്. അവർ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊണ്ടില്ല. സത്യത്തെ പല പ്രാവശ്യം അവരുടെ കൺമുമ്പിൽ വരച്ച് കാണിച്ചിട്ടും അവര് അത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ വന്നപ്പോൾ ദൈവം ബോഷ്കിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം ദൈവം ബോഷ്കിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ദൈവം ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു, ദൈവം അവരുടെ മോഹത്തിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ അവരുടെ ഹൃദയം തുറക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ നിന്ന ചില ആൾക്കാരെ ദൈവം തൻ്റെ ഉദ്ദേശത്തിനോട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും തോന്നും ദൈവം ആ നിലയിൽ ആൾക്കാരെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ വേദോത്സവം പറയുന്നില്ല. അപ്പോൾ ഈ വേദഭാഗങ്ങളിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഹൃദയം ദൈവം കഠിനപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവർ കഠിനപ്പെടുത്തിയതിനെ ദൈവം അനുവദിക്കുന്നു എന്നതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നല്ലവനായ ദൈവമാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഈ ഒരു മുഖപക്ഷമില്ല. അവൻ എല്ലാവരോടും കരുണയുള്ളവരാണ്. പക്ഷെ സ്വയം കഠിനപ്പെടുത്തുന്നവരെ കർത്താവിന് ബലാത്കാരമായി രക്ഷിക്കാൻ കഴിയത്തില്ല. മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ദയ. പക്ഷെ മാനസാന്തരപ്പെടുത്തി എടുക്കാൻ പറ്റത്തില്ല. ദയ നയിക്കത്തേ ഉള്ളൂ. ഹി ലീഡ്സ്. അതാണ് ദൈവം നമ്മുടെ ഇച്ഛയെ, നമ്മുടെ ഫ്രീ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു. എന്നാൽ നീ കഠിനപ്പെടുത്തിയാൽ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പം ദൈവത്തിൻ്റെ ആ കരുണയ്ക്ക് സ്തോത്രം. ഏറ്റവും ജീവിതത്തിലെ ഭാഗ്യം നുറുക്കപ്പെട്ട ഹൃദയമാണ്. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കത്തില്ല. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഒരു നുറുങ്ങപ്പെട്ട ഹൃദയം. മരണം വരെ ഒരു നുറുങ്ങപ്പെട്ട ഹൃദയമുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. നരകത്തിന് മുമ്പത്തെ നരകമാണ് ദൈവം തന്നെ നിന്നെ ബോഷ്കിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് ഹൃദയനുറുക്കം ഉള്ള അവസ്ഥയിൽ എന്നും ജീവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവം നല്ലവൻ, അവന് മുഖപക്ഷമില്ല. ഗോഡ് ബ്ലസ് യു.